ഹോർഡിങ്സ് പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്? തസ്കര ശല്യം, ഒരാൾ കല്ലെടുത്തെറിഞ്ഞാലും ഇത് കീറിപ്പോകാം, കാറ്റടിച്ചാലും ഇതിന് ഡാമേജ് സംഭവിക്കാം. ഇതെങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നത്? ഇൻഷുറൻസ് ചെയ്യാം. ഇൻഷുറൻസ് ഉണ്ട്. ഞങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ട്. തേർഡ് പാർട്ടി ഇൻഷുറൻസ്, സ്മാൾ പാക്കേജ് ഓഫ് ഇൻഷുറൻസ്. അതെ ഉണ്ട്. നല്ല ഇതിലുള്ള ഇൻഷുറൻസ് ഉണ്ട്. ഇപ്പൊ ഡാമേജ് ഒന്നും മറിഞ്ഞു വീണാൽ ഒരു തേർഡ് പാർട്ടി ഇൻഷുറൻസ് വരെ ഞങ്ങൾ എടുക്കാറുണ്ട്. പൊതുവേ നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള ഫ്ലെക്സ് ആണ് ഇവിടെ അഡ്വർടൈസ്മെന്റിനായിട്ട് കിട്ടാറുള്ളത്? അതിപ്പോ ഫ്ലെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലെക്സിന്റെ ക്വാളിറ്റിയിലാണ് വ്യത്യാസമുള്ളത്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഷോർട്ട് പീരീഡ് ആണെങ്കിൽ ഫ്ലെക്സിന്റെ ക്വാളിറ്റി കുറച്ച് കുറവായിരിക്കും. ലോങ് പീരീഡ് ആണെങ്കിൽ കുറച്ചും കൂടി ലൈഫ് ലോങ് ആയിട്ടുള്ള ഫ്ലെക്സ് ആയിരിക്കും അതിന് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ റേറ്റിന് വ്യത്യാസമുണ്ട്. ഇത് പ്യൂർലി ഇന്ത്യൻ മെയ്ഡ് ആണ്? ഇന്ത്യൻ മെയ്ഡ് അല്ല, ഇതെല്ലാം ഇമ്പോർട്ടഡ് സാധനമാണ്. ഇമ്പോർട്ടഡ് ആണ്. ഇവിടെ നിന്ന് നല്ല ഇമ്പോർട്ടഡ് വരുന്നു, പുറത്തുനിന്ന് വരുന്ന സാധനങ്ങൾ. ഇവിടെ ഇപ്പോൾ ആയി തുടങ്ങിയിട്ടേ ഉള്ളൂ. പിന്നെ ജനറലി ഈ ഹോർഡിങ്സ് രംഗത്തേക്ക് ഏറ്റവും കൂടുതൽ പരസ്യമായി വരുന്ന ഏതൊക്കെ കമ്പനികളാണ്? ജ്വല്ലറീസ്, സിനിമ? ഇവിടെ ഇപ്പോൾ മൊബൈൽ ഫോണുകൾ, ജുവലറികൾ, പിന്നെ ഇപ്പൊ പത്രമാധ്യമങ്ങൾ എല്ലാം വരുന്നുണ്ട്. മിക്കവരും വരുന്നുണ്ട്. ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ ഒരു മാധ്യമമായിട്ട് തന്നെ പറയാം. ഇപ്പൊ പേപ്പർ, TV എന്ന് പറഞ്ഞാൽ ഇതിനൊരു മാധ്യമമായിട്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരു മാധ്യമം തന്നെയാണത്. ഗവൺമെന്റ് ഭാഗത്തു നിന്ന് എന്തെങ്കിലും സബ്സിഡിയോ സഹായങ്ങളോ മറ്റുള്ള ഇളവുകളോ എന്തെങ്കിലും കിട്ടാറുണ്ടോ? അങ്ങനെ ഒന്നും തന്നെ ഞങ്ങൾക്ക് ഇത്ര നാളും കിട്ടിയിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് കോടിക്കണക്കിന് രൂപ ഞങ്ങൾ വർഷം സർവീസ് ടാക്സ്, അഡ്വർടൈസ്മെന്റ് ടാക്സ് ആയിട്ട് ഞങ്ങൾ. ഈ സർവീസ് ടാക്സ് എന്ന് മുതൽക്കാണ് നിലവിൽ വന്നത്? 96 മുതൽ ഇതിൽ വന്നു തുടങ്ങിയതാണ്. 10.3%. അതിപ്പോ ഒരു പുതിയ നിയമത്തിൽ എത്തിയിരിക്കുന്നതാണ്. ഒരു ബില്ല് റൈസ് ചെയ്താൽ 30 ദിവസത്തിനുള്ളിൽ അടങ്ങും. താങ്കൾ 25 വർഷം പഴക്കമുള്ള ഒരു ഹോർഡിംഗ് ബിസിനസ്സുകാരനാണ്. അന്ന് ഉള്ള ഹോർഡിംഗ് ഇന്ന് ഇപ്പോൾ നിലവിലുള്ള ഹോർഡിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയാം. അന്ന് ചെറിയ രീതിയിലായിരുന്നു. ഒരു 30 അടി, 10 അടി, 40, 10, 40, ആ സൈസായിരുന്നു. ഇപ്പൊ അതിന്റെ സൈസ് മാറിയിട്ട് മെറ്റീരിയൽ മാറി. പിന്നെ ഇപ്പൊ കോർപ്പറേഷൻ അനുവാദത്തോടു കൂടിയേ നമുക്ക് വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സ്ട്രക്ചറൽ എഞ്ചിനീയറിന്റെ സ്പെസിഫിക്കേഷൻ ഇതെല്ലാം വെച്ച് ആ രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ഓരോന്ന് ഇറക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സൈസിനൊരു വലിപ്പം മാറ്റം വന്നിട്ടുണ്ട്. ഒരു 50 അടി വരെ ആകാം. പഴയ ചെറിയ ടൈപ്പുള്ള ഹോർഡിങ്സ് കുറവാണ്. ഇപ്പോൾ ഗവൺമെന്റ് എന്തെങ്കിലും സ്പെസിഫിക്കേഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക റൂൾ ഇതിന്റെ സൈസിന് എന്തെങ്കിലും ഗവൺമെന്റ് നിർദ്ദേശിച്ചിട്ടുണ്ടോ? ഗവൺമെന്റ് ഇപ്പോഴും ഞങ്ങൾക്ക് ആ ഒരു സ്പെസിഫിക്കേഷൻ നിർത്തണമെന്നുള്ളതാണ് അവർ പറയുന്നത്. ആ പറയുന്ന സൈസുകളിൽ അല്ലെങ്കിൽ കോർപ്പറേഷൻ തിയാരി ടൗൺ പ്ലാനിങ്ങിൽ നിന്ന് ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ അവർ വന്നത് റിമൂവ് ചെയ്യുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഇതുകളൊക്കെ ഉണ്ട്. ഈ ഫ്ലെക്സ് മെറ്റീരിയൽ വരുന്ന വിദേശത്തു നിന്നാണെന്ന് പറഞ്ഞു. പൊതുവെ ചൈനയിൽ നിന്നാണോ ഇത് വരുന്നത്? ചൈനയിൽ നിന്നാണ് കൂടുതൽ വരുന്നത്. ഇങ്ക് വരാൻ വരുന്നത് ചൈനയിൽ നിന്ന്. പിന്നെ ഇപ്പൊ കോയമ്പത്തൂരൊക്കെ ഇതിന്റെ മാനുഫാക്ചറിങ് തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. 25 വർഷം മുമ്പ് താങ്കൾ നടത്തിയിരുന്നപ്പോൾ ഇതിന്റെ പ്രിന്റിംഗ് ഒക്കെ നടത്തിയിരുന്നത് എവിടെയായിരുന്നു? അന്ന് പ്രിന്റിംഗ് അല്ലായിരുന്നു, കൊമേഴ്ഷ്യൽ ആർട്ടിസ്റ്റുകളായിരുന്നു ഇത് വർക്ക് ചെയ്തത്. ബാമ്പു മുള വെച്ച് കെട്ടി നില കെട്ടിയിട്ട് പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലാവസ്ഥയാണ്. അപ്പൊ അതിന് ഉപയോഗിക്കുന്ന ഷീറ്റ് എന്തായിരുന്നു? വുഡൻ മെറ്റൽ ഫ്രെയിമിൽ ഷീറ്റ് അടിച്ചിട്ടുള്ള ബോർഡുകളായിരുന്നു. ഇപ്പൊ അത് മൊത്തത്തിൽ മാറിയിട്ട് ഞങ്ങൾ വരുന്ന മെറ്റൽ ഫ്രെയിം വർക്ക് ചെയ്തിട്ട് ഫ്ലെക്സ് അതിൽ ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് വന്നേക്കണ കാരണം ഈ കൊമേഴ്ഷ്യൽ ആർട്ടിസ്റ്റുകൾക്ക് ഈ തൊഴിൽ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴും ഇങ്ങനെയുള്ള ഈ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ടോ? ഈ പെയിന്റിംഗ് വർക്കുകൾ ഇപ്പോഴും? പെയിന്റിംഗ് ഇല്ല. പെയിന്റിംഗ് എന്ന് പറഞ്ഞ വർക്കേ ഇല്ല. ഇപ്പൊ ഒരു കാറിന്റെ നമ്പർ പ്ലേറ്റ് വരെ എഴുതണമെങ്കിലും ഇതുപോലെ വെട്ടി സ്റ്റിക്കർ ഒട്ടിച്ച് ഇത് ചെയ്തായിരുന്നു. വാൾ പെയിന്റിംഗ് മാത്രമേ ഉള്ളൂ ഇപ്പൊ. ചെറുത് അതും കുറേ അല്ല, വാൾ പെയിന്റിംഗ് ചെയ്ത് തന്നെ പറ്റത്തുള്ളൂ. അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വാളിൽ ഇത്തരം പണി നമുക്ക് കാണിച്ചു കൂട്ടാൻ പറ്റത്തില്ല. ഹോർഡിങ്സ് ബിൽഡിംഗ് അസോസിയേഷൻ, ഞങ്ങൾക്കൊരു അസോസിയേഷൻ ഉണ്ട്, കേരള അഡ്വർടൈസിംഗ് ഇൻഡസ്ട്രീസ് അസോസിയേഷൻ നമ്പർ KAIA. ഈ KAIA എന്നുള്ളത് ഹോർഡിങ്സിന് വേണ്ടി മാത്രമുള്ള അസോസിയേഷൻ ആണ്? അതെ. അപ്പൊ ഈ അസോസിയേഷൻ ഈ കേരളത്തിൽ ഇത് മാത്രമേ ഉള്ളൂ? ഇപ്പൊ ഞങ്ങൾ ഓൾ കേരള ബേസിൽ ഇതായിട്ടുണ്ടോ? ഞങ്ങൾ ഓൾ ഇന്ത്യ ബേസിൽ. ഇതിപ്പോ ഓൾ ഇന്ത്യ ബേസിലുള്ള കേരള ഔട്ട്ഡോർ അഡ്വർടൈസിംഗ്. പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലത്തോടു കൂടിയാണോ? ഒരു രാഷ്ട്രീയ പാർട്ടികളും ഇതിനകത്ത് ചായവില്ല. ഈ ഒരു അസോസിയേഷൻ മാത്രമേ ഇപ്പോൾ നിലവിലുള്ളൂ. അസോസിയേഷനിൽ നിന്ന് എന്തൊക്കെ സഹായങ്ങളാണ് കിട്ടാറുള്ളത്? ഹോർഡിംഗ് ബിസിനസ്സുകാർക്ക് അവരുടെ ഫാമിലിക്ക് എന്തെങ്കിലും ആപത്തുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തിന് ധനസഹായം ഈ അസോസിയേഷന്റെ പേരിൽ നമ്മൾ. ഈ ഹോർഡിങ്ങുകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കാറുണ്ടോ? പരിരക്ഷകളുണ്ടോ? അല്ലാതെ ഞങ്ങൾ പേഴ്സണലായിട്ട് ഞങ്ങളുടെ പോക്കറ്റിൽ നിന്ന് ഇത്ര രൂപ പിരിച്ച് ഞങ്ങൾ അവരുടെ കുടുംബങ്ങളെ നമ്മൾ സഹായിച്ചുകൊണ്ടിരിക്കും. ഈ അഡ്വർടൈസ്മെന്റ് പൊതുവേ കിട്ടാറുള്ളത് സീസണൽ ആയിട്ടാണോ? ഫോർ എക്സാമ്പിൾ ഈ ക്രിസ്മസ് സീസൺ അല്ലെങ്കിൽ ന്യൂ ഇയർ സീസണിൽ വരാറുണ്ട്. അല്ലാതെ നോർമലായിട്ട് നമുക്ക് നോർമൽ ഇതിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. സീസണിൽ കുറച്ച് വർക്കുകൾ കൂടും. അപ്പൊ ഈ തൊഴിലാളികൾക്ക് ഈ വർക്ക് ഇപ്പോൾ 8 തൊഴിലാളികൾ കൂടെ ഉണ്ട്. അല്ലാതെ നമ്മൾ അഡീഷണൽ വർക്ക് വരുമ്പോൾ വേറെ തൊഴിലാളികളെ വിളിക്കും. ഇവർക്കെല്ലാം നമ്മൾ ഡെയിലി വേജസ് ആണോ അതോ മാസം തോറും സാലറി ആണ്? ഇപ്പൊ ഞങ്ങളുടെ ഫ്ലെക്സ് ടൈമിങ് സ്ക്വയർ ഫീറ്റ് റേറ്റ് ആണ്.
അതുപോലെ തന്നെ ബോർഡ് ഇറക്ഷനും സ്ക്വയർ ഫീറ്റ് റേറ്റ് ആണ്. അപ്പൊ നമുക്ക് ഒരു ഫ്ലെക്സ് ഇറക്ട് ചെയ്യാൻ വേണ്ടി തന്നെ 5-6 പണിക്കാരുണ്ട്. ഗ്രേറ്റ് ഡോർസ് കൊച്ചിൻ എന്ന ഈ സ്ഥാപനം ചെയ്ത ഏറ്റവും വലിയ ഹോർഡിംഗ് എത്ര സൈസായിരുന്നു? ഇപ്പൊ വലിയ സൈസ് ഹോർഡിംഗ് ഇല്ല, ഇപ്പൊ ഏതായാലും ലിമിറ്റേഷനിൽ നിൽക്കണേണ്. എങ്കിലും ഓർമ്മ വെച്ച് ഒന്ന് പറയാം. 60 അടിയാണ് നമ്മള് 130 വെച്ചിട്ടുണ്ട്. എയർപോർട്ട് 30 ആകുമ്പോ 3000 സൈസ് ഒന്നും ഇല്ല. അധികായന്മാരുടെ അതെ 100 അടി 130. അപ്പൊ ആ സൈസ് ഒന്നും നമ്മളിപ്പോ നിലവിൽ നിർത്തുന്നില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത്ര വലിയ സൈസുകൾ വേണ്ട എന്നുള്ള ഒരു ഞങ്ങളുടെ സംഘടനാപരമായിട്ടുള്ള ഒരു നീക്കങ്ങളും ഉള്ളതുകൊണ്ട് ഹോർഡിംഗ് ഇറക്ട് ചെയ്യുന്ന സമയത്ത് റിസ്ക് വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ സൈസ് ലിമിറ്റ് ചെയ്തിട്ട് ഒരു മിനിമം സൈസിലേക്ക് നമ്മൾ അത് ചുരുക്കി കൊണ്ടുവരുന്നത്. ശല്യക്കാരുടെ ശല്യങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ഇത് നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുന്നത്? അതിപ്പോ നമുക്കൊരു പ്രൊട്ടക്ഷനും ഇല്ല. സ്വന്തം വീട്ടുകാരുടെ മാത്രം അവരുടെ പരിധിയിൽ നിൽക്കണ മാത്രം നമുക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടാവും. അത് ഹൈവേ സൈഡില് ബാക്കിയുള്ള ലോക്കൽ ഇവിടെ ബിൽഡിങ്ങിന്റെ മേളിൽ അവിടെയൊന്നും ഇങ്ങനെയുള്ള സംഭവവാസങ്ങൾ ഉണ്ടാകും. ആൾക്കാർ ഇല്ലാത്ത സ്ഥലത്ത് ചില ഹൈവേയിൽ വരുന്നത് തുറസായിട്ട് കിടക്കുന്ന നിലപ്പുറപ്പുറം പാടങ്ങളാ കണ്ടങ്ങളാ നെൽകൃഷികളാണ്. ശല്യക്കാർ ഒരു കല്ലെടുത്തെറിഞ്ഞാലും ഇത് കീറി പോകുന്ന. അപ്പോ അതാണ് അങ്ങനെ വരുന്ന സ്ഥലത്താണ് ഇങ്ങനെയുള്ള ഹോളൊക്കെ ഇട്ട് കൂടുതൽ വെക്കുന്നത്, കാറ്റിനെ പ്രതിരോധിക്കാനും. പിന്നെ ഇത്തരത്തിലുള്ള ചില മോഷണങ്ങളൊക്കെ ചെറിയ തോതിലൊക്കെ ഉണ്ടാകാറുണ്ട്. അത് വളരെ ചുരുക്കമായിട്ട്. ഈ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാകാറുണ്ടോ? ഈ ഒരു തൊഴിലാളികളെ ഇപ്പൊ ഞങ്ങൾ സ്ക്വയർ ഫീറ്റ് റേറ്റ് കൊടുക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഞങ്ങൾക്ക് സ്ഥിരമായിട്ടുള്ള തൊഴിലാളികൾക്ക് ഞങ്ങളുടെ സ്ഥിരം വർക്ക് തന്നെ ഞങ്ങൾ കൊടുക്കണം. അവർക്ക് മാസ ശമ്പളമായിട്ടാണ്? ശമ്പളമായിട്ടല്ല, ചെയ്യുന്ന തൊഴിലിന് നമ്മൾ അപ്പാപ്പ റേറ്റ് കൊടുത്തുകൊണ്ട് നല്ല സഹകരണമുള്ള തൊഴിലാളികളാണ്. ഇതുകൂടാതെ താങ്കൾ എന്തെങ്കിലും ബിസിനസ് നടത്തും? ഹോർഡിംഗ് കൂടാതെ മൊബൈൽ വാൻ ഉണ്ട്, പിന്നെ ലാമ്പ് പോസ്റ്റ്. മൊബൈൽ വാൻ എന്ന് ഉദ്ദേശിക്കുന്നത് ലൈറ്റ് ഒക്കെ ഇട്ട് വലിയ ഹോർഡിംഗ് വെച്ചിട്ട് ഞാൻ കണ്ടായിരുന്നു. ഈ ലൈറ്റ് ഇട്ട് പോകുന്ന ഈ വണ്ടി ഏതെങ്കിലും ഒരു നഗരപ്രദേശത്ത് കയറുമ്പോൾ അവിടെ ടാക്സ് കൊടുക്കേണ്ടതായി വരുമോ? അവിടെ ടാക്സ് കൊടുക്കണം. പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് വളരെയധികം പ്രതിസന്ധികളുണ്ട്. ഇപ്പൊ അതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ RTO ഓഫീസിൽ നിന്ന് ഞങ്ങൾക്ക് സാങ്ഷൻ ഉണ്ടാകും. പക്ഷെ സിറ്റിക്കകത്ത് കയറാനായിട്ട് ഇവിടെ പോലീസ് അധികാരികൾ അത് ഞങ്ങൾക്ക് കൂടുതൽ അനുവദിക്കുന്നില്ല. അത് മറ്റുള്ള രീതിയിൽ അപകടം ഉണ്ടാക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് കാരണം അത് ഇത്തിരി പിന്നെ അതിലിപ്പോ ഞങ്ങള് അതൊന്ന് നേടിയെടുക്കാൻ വേണ്ടി സർക്കാരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ രാത്രി കാലഘട്ടങ്ങളിൽ ഇത് ഞങ്ങൾ ഇടുന്നത് എവിടെയെങ്കിലും പാർക്കിംഗ് സ്പേസിൽ കൊണ്ട് നിർത്തിയിട്ട് യൂണിക്കോള് പോലെ ഇത് പൊക്കി നിർത്തുകയാണ് ചെയ്യുന്നത്. ഈ വിദേശ രാജ്യങ്ങൾ, അതായത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലുള്ളത് പോലെയുള്ള ഹോർഡിങ്സ് ഇവിടെ വരാറുണ്ടോ? ഈ 3 ഹോർഡിംഗ് ഒരേ സമയം ഒരേ ബോർഡിൽ വരുന്നുണ്ട്. അതിങ്ങനെ 3 സൈഡ് അത് ഇവിടെ അതും ഇവിടെ ചില സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. പക്ഷെ ബോംബെയിലൊക്കെ ഉണ്ട്, ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ യൂണിക്കോളിന് തന്നെ ആ സ്ഥലത്തിന്റെ ഇപ്പൊ എയർപോർട്ട് ജംഗ്ഷനിൽ 3 സൈഡ് വിസിബിലിറ്റി എല്ലാം ഹോർഡിംഗ് ഉണ്ട്. അപ്പൊ ഒരേ സമയം 3 കമ്പനികൾ 3 മാറി വരുന്നത് കൊണ്ട്, അല്ലാതെ 3 സൈഡായിട്ട് വിസിബിലിറ്റി കിട്ടുന്ന രീതിയിലുണ്ട്. അത് ഹോർഡിന്റെ ജംഗ്ഷൻ അനുസരിച്ചിട്ടുള്ള രീതിയിൽ വരും. അത് മോട്ടോർ നിയന്ത്രിതമായിട്ടുള്ള. അതെ. അതിലേക്ക് താങ്കൾ കടക്കാനുള്ള ഉദ്ദേശം? നമ്മളിനി ഒന്നും കൂടി വിപുലീകരിക്കാൻ പ്രസ്ഥാനത്തിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് കൂടുതൽ യൂണിക്കോളുകളിലേക്കും അതുപോലെ ഒന്നും കൂടി പുതിയ കാഴ്ചപ്പാടിലേക്ക് വന്ന് നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നുള്ളൊരു ആഗ്രഹമാണ് നമ്മുടെ മനസ്സിലുള്ളത്. പരസ്യങ്ങൾക്കായി വലിയ ഹോർഡിങ്സുകളാണോ ചെറിയ ഹോർഡിങ്സ് ആണോ അല്ലെങ്കിൽ ചെറിയ ഫ്ലെക്സുകളാണോ നിങ്ങളെ തേടി വരാറുള്ളത്? ഞാനിപ്പോൾ കൂടുതലും ചെയ്യുന്നത് വലിയ ഹോർഡിങ്സുകളാണ് ചെയ്യുന്നത്. പിന്നെ ചെറിയ ഫ്ലെക്സ് ബോർഡുകൾ വരാറുണ്ട്. അത് നമ്മൾ ചെറിയ അത് 1 മാസത്തെ ഇതൊക്കെ ആയിട്ട് വരുള്ളൂ. ചിലർ ബാനർക്ക് പോലെ ഇപ്പോൾ ചെറിയ ഫ്ലെക്സ് ബോർഡുകൾ വരുന്നുണ്ട്. അപ്പൊ ബാനർ അടിക്കണ പോലെ ഇതും പൊളിറ്റിക്കൽ പാർട്ടികളുടെ ഫ്ലെക്സുകളും വരാറുണ്ട്. പിന്നെ സിനിമാ രംഗത്തെ ഈ വലിയ ഹോർഡിങ്സുകൾ ഞങ്ങൾക്ക് റോഡരികിൽ കാണാൻ സാധിക്കും. സിനിമാ പാർട്ടികളും അവരുടെ ഹോർഡിങ്സുകൾ നമ്മൾ ചെയ്യാറുണ്ട്. അവരാവശ്യപ്പെടുന്നതനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. അത് വളരെ ബിഗ് സൈസാണ്. ബിഗ് സൈസ് ഇവിടെ ഉള്ളതിൽ വെച്ച് വലിയ സൈസുകളുള്ള ഹോർഡിങ്സുകൾ ചില കമ്പനിക്കാർ ആവശ്യപ്പെടാറുണ്ട്. നമ്മൾ അതനുസരിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. താങ്കളുടെ ജീവിത പങ്കാളി, അതായത് ഭാര്യ, ഈ ബിസിനസ്സിൽ താങ്കളോട് എത്രമാത്രം സ്വാധീനം ചെലുത്തുകയാണ്? എന്റെ ഭാര്യ വളരെയധികം ഈ ബിസിനസ്സിൽ ഇൻവോൾവ് ആണ്. എന്റെ ഈ കമ്പനിയുടെ ചീഫ് അക്കൗണ്ടന്റ് പുള്ളിക്കാരത്തെയാണ് കണക്കുകളും എല്ലാ കാര്യങ്ങളും. ഞങ്ങൾക്ക് ഇത് സർവീസ് ടാക്സ്, ഇൻകം ടാക്സ് ഇതെല്ലാം പക്കയായിട്ട് കൊടുത്ത് തീർക്കുക എന്നുള്ളതാണ് നമ്മൾ സർക്കാരിന് കൊടുക്കാനുള്ളത് സർക്കാരിന് കൊടുക്കും. അത് കൃത്യമായിട്ട് കൊടുത്ത് നടപ്പാക്കുക എന്നുള്ളതാണ് എന്റെ പോളിസി. പിന്നെ വേറെ ടെൻഷനും വേണ്ടല്ലോ. അതെ. അപ്പൊ അതിന് അവര് വരുമ്പോഴത്തേക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ നമ്മൾ വാങ്ങിക്കുന്നതും കണക്കുകളെല്ലാം പക്കയായിട്ട് പോകുന്നുള്ളൂ. അപ്പൊ അത് കാരണം എന്റെ കണക്കുകളെല്ലാം നോക്കുന്നത് എന്റെ സഹധർമ്മിണി ഭാര്യ റീനിയാണ്. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കംപ്ലീറ്റ്. താങ്കളുടെ ഫ്യൂച്ചർ പ്ലാനുകൾ എന്തൊക്കെയാണ്? ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനകത്ത് മാറ്റങ്ങൾ വരുന്ന ഒരു കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത്. ഈ ഓഡിയൻസിൽ തന്നെ പല രീതിയിലുള്ളതും നിയോൺസും
ദിവസവും LED ഇതൊക്കെ വരുന്ന ഒരു കാലം വന്നുകൊണ്ടിരിക്കും. പുതിയ അപ്പം അതിലേക്ക് വരാനും ഇതൊന്നും കൂടി വിപുലീകരിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏജൻസി വഴിയാണ് ഞങ്ങൾക്ക് വർക്കുകൾ വരുന്നത്. ഡയറക്റ്റ് മാർക്കറ്റിംഗ് കുറവാണ്. ലോക്കൽ ക്ലയൻസ് മാത്രമേ കിട്ടുള്ളൂ. ജുവലറികൾ, ടെക്സ്റ്റൈൽസ്, ഇങ്ങനെ. അപ്പൊ ഇതിന്റെ പുതിയ തലങ്ങളിലേക്കുള്ള എത്തിനോട്ടത്തിലാണ്. അതെ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഏജൻസി ഇപ്പൊ പുറത്ത് നമ്മൾ ഇപ്പൊ ബാംഗ്ലൂർ ബേസ്ഡൊക്കെ ഒന്ന് തുടങ്ങാനായിട്ടുള്ള ഒരു താല്പര്യമായിട്ട് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കും. ഒന്നും കൂടി വിപുലപ്പെടുത്തി നല്ല രീതിയിൽ പോകാൻ ഇപ്പോൾ ഓൺ സ്പേസിന് വേണ്ടിയിട്ട് നമ്മൾ പ്രോപ്പർട്ടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ വളരെയധികം ഗ്രാജുവലി ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് നമുക്ക് വളരെയധികം ചിലവ് വരുന്ന ഒരു ഇനീഷ്യൽ എക്സ്പെൻസ് വളരെ കൂടുതലാണ് ഹോർഡിംഗ് അറേഷൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പം ബാങ്കുകളൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. ബാങ്കുകളിൽ നിന്ന് നമുക്ക് ഓടിയുണ്ട്, അതൊക്കെ കൊടുത്തുകൊണ്ടാണ്. ഇപ്പൊ ഗവൺമെന്റിൽ നിന്ന് സഹായം കിട്ടുക, ബാങ്കിൽ നിന്ന് മാത്രമേ സഹായം ലഭിക്കുന്നുള്ളൂ. ബാങ്കിൽ നിന്ന് ഇപ്പോഴാണ് അത് സഹായം തുടങ്ങിയത്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു വർഷത്തെ ബിസിനസിന്റെ ഇതൊക്കെ നോക്കിയിട്ടാണ് അവർ ചെയ്യാൻ തുടങ്ങിയത്. നേരത്തേക്ക് അവർ ലോൺ തരാൻ അവർ പറഞ്ഞ് ഞങ്ങൾക്ക് എന്താ അസറ്റ് ഉള്ളതെന്ന് ചോദിക്കും. ഇതൊന്നും അസറ്റായിട്ട് എടുക്കാൻ പറ്റില്ല എന്നുള്ളത്. വീട്ടില് ആരൊക്കെയുണ്ട്? ഫാമിലി? വീട്ടില് എനിക്ക് വൈഫും 2 പിള്ളേർ. മൂത്ത മോള് 12th പഠിക്കുന്നു, ഇളയ മകൻ 9th പഠിക്കുന്നു. ഒഴിവുകളിൽ താങ്കൾ എന്താണ് ചെയ്യാറുള്ളത്? ഒഴിവുകാലം ഞങ്ങളൊന്ന് പുറത്തു പോകും, ഔട്ടിങ്ങിന് പോകും. വേറെ ഹോബീസ്? വേറെ പ്രത്യേകിച്ച് വേറെ ഹോബീസ് ഒന്നുമില്ല. പിന്നെ സംഘടനാപരമായിട്ട് സംഘടനയുടെ എറണാകുളം ഡിസ്ട്രിക്ട് യൂണിറ്റിന്റെ വൈസ് പ്രസിഡന്റാണ് ഞാൻ. അത് പിന്നെ റെസിഡൻസ് അസോസിയേഷന്റെ സെക്രട്ടറിയാണ്. എന്ന നിലകൾ കുറച്ച് പൊതുപ്രവർത്തനവും ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് സമയം കിട്ടുമ്പോഴത്തേക്കും റെസിഡൻസ് അസോസിയേഷന്റെ പ്രവർത്തനങ്ങളും അതുമായിട്ട് നമ്മൾ എയർപോർട്ട് സമയം ചിലവഴിക്കുന്നു. ഈ ബിസിനസ് തിരക്കിനിടയിൽ ഞങ്ങളുടെ കൊച്ചിൻ ചാനലിനൊപ്പം അരമണിക്കൂർ താങ്കളുടെ ജീവിതത്തിന്റെ വിജയത്തെപ്പറ്റിയും കഠിനാധ്വാനത്തെപ്പറ്റിയും പ്രയത്നശീലത്തെപ്പറ്റിയും എല്ലാം വിശദീകരിച്ചത് യുവതലമുറയ്ക്ക് ഒരു ഉപദേശം നൽകാം. യുവതലമുറ എൻ്റെ കാഴ്ചപ്പാടിൽ പറയുകയാണെങ്കിൽ യുവതലമുറ കാശ് എങ്ങനെ ചെലവാക്കണമെന്ന് മനസ്സിലാക്കും. ഇപ്പോഴത്തെ യുവതലമുറക്ക് ആ കാശ് എങ്ങനെ ചെലവാക്കണമെന്നുള്ള ഒരു ഇത് അധ്വാനിച്ച് എടുത്തിട്ട് അതിൽ നിന്ന് 10 രൂപ ചിലവാക്കിയാൽ അതിൻ്റെ വിലക്ക് മൂല്യം ഉണ്ടാവും. അത് യുവതലമുറ വളരെയധികം മനസ്സിലാക്കും. എങ്കിൽ മാത്രമേ അവന് നിലനിൽപ്പുള്ളൂ. ഇന്നത്തെ കാലത്ത് സാമ്പത്തികം ഇല്ലാതെ ഒരു കാര്യത്തിനും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് അവർക്ക് എനിക്ക് കൊടുക്കാവുന്ന ഒരു ഉപദേശം ഇത് മാത്രമേ. എന്തായാലും ഇത്രയും നേരം നമ്മോടൊപ്പം താങ്കളുടെ ബിസിനസ് അനുഭവങ്ങളും ജീവിതത്തിലെ അനുഭവങ്ങളും പങ്കുവച്ചതിന് വളരെയേറെ നന്ദി. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഇത്രയും ബിസിനസ് തിരക്കിനിടയിലും ഗ്രേറ്റ് ഡോട്ട്സ് കൊച്ചിൻ്റെ ഡയറക്ടറായ ശ്രീമാൻ റോയ് സാർ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളും ബിസിനസ് അനുഭവങ്ങളും നമ്മോടൊപ്പം പങ്കുവച്ചു. ഇതിൽ നിന്നും പല പാഠങ്ങളും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ എപ്പിസോഡിലൂടെ പൂർണ്ണമാവുകയാണ്. നന്ദി, നമസ്കാരം.